മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ ആന്തൂർ നഗരസഭയ്ക്ക് സംസ്ഥാനതലത്തിൽ ഇരട്ട അംഗീകാരം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആന്തൂർ നഗരസഭ നടത്തിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. സംസ്ഥാനത്തെ മികച്ച മാലിന്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നഗരസഭയ്ക്കുള്ള 2ാം സ്ഥാനവും മികച്ച ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്ത് 1ാം സ്ഥാനവുമാണ് ആന്തൂരിന് ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന വൃത്തി 2025 ദേശീയ കോൺക്ലേവിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ആന്തൂർ നഗരസഭയിൽ 2 വർഷമായി നടന്നുവരുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മികച്ച രീതിയിലുള്ള ഉറവിട മാലിന്യ സംസ്കരണ രീതിയാണ് നടപ്പിലാക്കിയത്. നഗരസഭയിൽ 7 തുമ്പൂർമൊഴി പ്ലാന്റുകളും ഒരു വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ യൂസർ ഫീ വാങ്ങി വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകളും അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്ന പ്രവർത്തനവും മികച്ച രീതിയിലാണ് നടക്കുന്നത്. പ്രതിമാസം 20 ടൺ വരെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിദിനം 1.5 ടണ്ണോളം ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുന്നുണ്ട്. 56 മിനി MCFുകളും CCTV സൗകര്യമുള്ള MCF RRFുകളും നഗരസഭയിലുണ്ട്. ഉറവിടത്തിൽ തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് റിംഗ് കമ്പോസ്റ്റ്, ബൊക്കാഷി ബക്കറ്റ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ നഗരസഭ വിതരണം ചെയ്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധ പ്രചരണങ്ങളും മാതൃകാ കുടുംബങ്ങളെ സ്വച്ഛതാ അവാർഡ് നൽകി ആദരിച്ചു. ഹരിതകർമ്മസേനയുടെ ഇന്നോകുലം നിർമ്മാണം, മാസച്ചന്തകൾ, സോപ്പ് ഷോപ്പുകൾ എന്നിവയുടെ പ്രവർത്തനവും ശ്രദ്ധേയമാണ്. കമ്മ്യൂണിറ്റി ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഇവയുടെ മോണിറ്ററിംഗ്, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, നിയമലംഘനങ്ങൾക്ക് താക്കീത്, പിഴ തുടങ്ങിയ സംവിധാനങ്ങൾ, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ഹരിത പെരുമാറ്റച്ചട്ടം, പൊതു ഇടങ്ങളിലെ മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആന്തൂരിനെ അംഗീകാരത്തിലെത്തിച്ചത്. സംസ്ഥാനത്തെ മികച്ച മാലിന്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നഗരസഭയ്ക്കുള്ള 1ാം സ്ഥാനവും മികച്ച ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്ത് 1ാം സ്ഥാനവുമാണ് ആന്തൂരിന് ലഭിച്ചത്. ജൈവമാലിന്യങ്ങൾ അത് ഉറവിടങ്ങളിൽ സംസ്കരിക്കുക എന്നത് കണ്ടുപിടിച്ച് അതിനാവശ്യമായ രീതിയിലുള്ള ഭൗതിക സൗകര്യങ്ങൾ ഉറവിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയിലെ എല്ലാ വീടുകളിലും ഒന്നുകിൽ റിംഗ് കമ്പോസ്റ്റ്, ബയോബിൻ അതുപോലുള്ള സാമഗ്രികൾ എല്ലാ വീടുകളിലും എത്തിച്ചു നൽകി. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ഒരു മേൽനോട്ടവും അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും. സ്കൂളുകൾ, കോളേജുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ടൗണുകൾ എന്നിവിടങ്ങളിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 16-ന് ധർമ്മശാല കേന്ദ്രീകരിച്ച് പൗരസ്വീകരണം നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ P. മുകുന്ദൻ തളിപ്പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.